അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 8ാമത്തെ ക്ലാസ്. നമ്മൾ 7ാമത്തെ ക്ലാസ്സിൽ അലിഫിനെയും കസറിനെയും ലമ്മിനെയും നീട്ടാൻ ആവശ്യമായ ചെറിയ അലിഫ്, ചെറിയ യാ, ചെറിയ വാവാണ് നമ്മൾ പഠിച്ചത്. ഈ ക്ലാസ്സിൽ വലിയ രീതിയിൽ വലിയ അലിഫ്, വലിയ വാവ്, വലിയ യാ കൊണ്ട് നീട്ടുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ രീതികളാണ് നമ്മൾ പഠിക്കുന്നത്. നോക്ക്, ബാ എന്നുള്ള ഹർഫിന് അലിഫ് കൊണ്ട് ഫതഹ് കൊടുത്തിട്ട് നീട്ടി. ബാക്ക് ലമ്മ് കൊടുത്തിട്ട് വാവ് കൊണ്ട് നീട്ട്. ബൂ. ബാക്ക് കസർ കൊടുത്തിട്ട് യാ കൊണ്ട് നീട്ടി. ബീ. തായിന് ഫതഹ് കൊടുത്ത് വലിയ അലിഫ് കൊടുത്തിട്ട് നീട്ടി. തായിന് വാവ് കൊടുത്തിട്ട് ലമ്മ് കൊടുത്തിട്ട് വാവ് കൊണ്ട് നീട്ടി. തൂ. തായിന് കസർ കൊടുത്തിട്ട് വലിയ യാ കൊണ്ട് നീട്ടി. തീ. അതേപോലെ എല്ലാം നോക്ക്. സാ, സൂ, സീ, ഹ, ഹു, ഹി, ഖ, ഖു, ഖി, റാ, റൂ, റീ, സാ, സൂ, സീ. 4ാമത്തെ വരി. താ, തൂ, തീ, ലാ, ലൂ, ലീ, ഫാ, ഫൂ, ഫീ, ഹാ, ഹൂ, ഹീ, യാ, യൂ, ഈ, ആ, ഊ, ഈ, ജാ, ജൂ, ജി, ദാ, ദൂ, ദീ, ദാ, സൂ, സീ, സാ, സൂ, സീ, ഷാ, ഷൂ, ഷീ, സാ, സൂ, സീ, ലാ, ലൂ, ലീ, ആ, ഊ, ഐ, റാ, റൂ, റീ, ഖാ, ഖൂ, ഖീ, കാ, കൂ, കീ, ലാ, ലൂ, ലീ, മാ, മൂ, മീ, നാ, നൂ, നീ, വാ, ബൂ, വീ. അടുത്ത വരി, അതായത് 4ാമത്തെ വരിയിൽ നിങ്ങൾ കാണുന്ന മദ് ലീനാണ്. എന്താണെന്ന് വെച്ചാൽ വാവും യാവും അതിൻ്റെ തൊട്ട് മുമ്പത്തെ ഹർഫിന്, അതായത് ആൽഫബറ്റിന് ഫതഹും വരികയാണെങ്കിൽ മദ് ലീൻ എന്ന് പറയും. കുറേശ്ശെ നമ്മൾ പറയൂലേ, അതാണ് അതിൻ്റെ നിയമം. അതുകൊണ്ടാണ് അത് വേറെ തന്നെ കൊടുത്തത്. ഒന്നുമില്ല, പണിയൊന്നുമില്ല. തൗ, തൈ, സൗ, സൈ. അത് വാവും അവസാനം വാവും യാവും വന്നു. അതിന് തൊട്ട് മുമ്പുള്ളത് ഫതഹും വന്നാലാണ് മദ്ദിലീൻ. ദൗ, ദൈ. നമ്മൾ ഈലാഫി ഖുറൈശ് എന്ന് പറയുന്നില്ലേ. ദൗ, ദൈ, ദൗ, ദൈ, റൗ, റൈ, സൗ, സൈ, സൗ, സൈ, ഷൗ, ഷൈ, സൗ, സൈ, ലൗ, ലൈ, തൗ, തൊയ്. ലൗ, ലൈ, ലൗ, ലൈ, നൗ, നൈ, ഔ, ഐ, ബൗ, ബൈ, ജൗ, ജൈ, ഹൗ, ഹൈ, ഖൗ, ഖൈ, ഔ, ഐ, ഗൗ, ഗൈ, ഫൗ, ഫൈ, ഖൗ, ഖൈ, കൗ, കൈ, മൗ, മൈ, വൗ, വൈ, ഹൗ, ഹൈ, യൗ, യൈ. ഇങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.